നമസ്കാരം. ഗൾഫ് ടുഡേ ആരംഭിക്കുന്നു. ഞാൻ പ്രജിത് സി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. കോഴിക്കോട് നിന്ന് പോയ മലയാളികൾ അസർബൈജാനിലെ വിമാനത്താവളത്തിൽ കുടുങ്ങി. 30-ന് പുറപ്പെടേണ്ട എയർ അറേബ്യ വിമാനത്തിന്റെ സാങ്കേതിക തകരാർ കാരണമാണ് സംഘം അസർബൈജാനിൽ കുടുങ്ങിയത്. കോഴിക്കോട് നിന്നെത്തിയ 23 പേരാണ് സംഘത്തിലുള്ളത്. ഒരാഴ്ച മുമ്പ് അസർബൈജാനിലെത്തിയ സംഘം സന്ദർശനം കഴിഞ്ഞ് 30-ന് ഉച്ചയോടെ വിമാനത്താവളത്തിലെത്തിയിരുന്നു. എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയായ ശേഷമാണ് വിമാനം വൈകിയേ പുറപ്പെടുകയുള്ളൂ എന്നറിയിച്ചത്. 2 തവണ നൽകിയ സമയത്തിനും വിമാനം പുറപ്പെടാതെ വന്നതോടെ 8 മണിക്കൂറിന് ശേഷം സാങ്കേതിക തകരാറെന്നറിയിച്ച് യാത്രക്കാരെ ഹോട്ടലുകളിലേക്ക് മാറ്റി. എന്നാൽ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും പല പ്രാവശ്യം സമയം മാറ്റി നൽകിയെങ്കിലും വിമാനം ഇതുവരെയും പുറപ്പെട്ടിട്ടില്ല. നിലവിൽ നാളെ രാവിലെ പുറപ്പെടുമെന്ന മെയിൽ സന്ദേശമാണ് യാത്രക്കാർക്ക് കിട്ടിയിരിക്കുന്നത്. എയർ അറേബ്യയുടെ പ്രതിനിധികളാരും യാത്രക്കാരെ നേരിൽ സമീപിക്കുകയോ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുകയോ ചെയ്തിട്ടില്ല. മറിച്ച് മെയിലുകളിൽ നിന്ന് മാത്രമാണ് വിവരം ലഭിക്കുന്നത്. ചെറിയ കുട്ടികളും രോഗികളും ഉൾപ്പെടെയുള്ളവർ യാത്രക്കാരായുണ്ട്. എയർ അറേബ്യ അധികൃതരെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നില്ലെന്ന് യാത്രക്കാർ പറയുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് 24. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അമേരിക്കൻ പ്രതിനിധി സംഘവും തമ്മിലുള്ള യുക്രൈൻ സമാധാന ചർച്ച റഷ്യയിൽ തുടങ്ങി. സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്നറും നേതൃത്വം നൽകുന്ന പ്രതിനിധി സംഘമാണ് പുടിനുമായി ചർച്ച നടത്തുന്നത്. അതേസമയം യുദ്ധം അവസാനിപ്പിക്കാൻ പുടിൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് കൂടിക്കാഴ്ചയിലെ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന് യുക്രൈൻ വിദേശകാര്യമന്ത്രി ആൻഡ്രി സിബിഹ പ്രതികരിച്ചു. ശൈത്യകാലത്തും യുദ്ധം തുടരുമെന്നാണ് പുടിൻ സൂചിപ്പിക്കുന്നത്. ഇനി ബലം പ്രയോഗിച്ച് മാത്രമേ യുദ്ധം അവസാനിപ്പിക്കാൻ സാധിക്കൂ എന്നും ആൻഡ്രി സിബിഹ എക്സിൽ കുറിച്ചു. കേരള അസോസിയേഷൻ കുവൈറ്റ് നടത്തുന്ന 12ാമത് കണിയാപുരം രാമചന്ദ്രൻ സ്മാരക അന്തർദേശീയ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ നോട്ടം 2025 വെള്ളിയാഴ്ച നടക്കും. അഹമ്മദി DPS സ്കൂളിൽ ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് സംവിധായകനും ഓസ്കർ നോമിനിയുമായ ഡോക്ടർ ബിജു ദാമോദരൻ ഉദ്ഘാടനം ചെയ്യും. ഈ വർഷത്തെ കണിയാപുരം രാമചന്ദ്രൻ മെമ്മോറിയൽ അവാർഡ് ജോണി ആന്റണിക്ക് സമ്മാനിക്കും. 1 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഡോക്ടർ ബിജു, സംവിധായകൻ VC അഭിലാഷ്, സിനിമാ നിരൂപകൻ ഡോക്ടർ CS വെങ്കടേശ്വരൻ എന്നിവരാണ് ഫെസ്റ്റിവൽ ജൂറി അംഗങ്ങൾ. ഗ്രാൻഡ് ജൂറി അവാർഡ് മുതൽ മികച്ച പ്രവാസി ചിത്രം, ബാലചിത്രം, സംവിധായകൻ, എഡിറ്റർ, നടൻ, നടി, ഛായാഗ്രാഹകൻ തുടങ്ങി നിരവധി വിഭാഗങ്ങളിലാണ് അവാർഡുകൾ പ്രഖ്യാപിക്കുക. ബാഡ്മിന്റൺ പ്ലേയേഴ്സ് കുവൈത്തിന്റെ നേതൃത്വത്തിൽ നടന്ന BPK ബാഡ്മിന്റൺ സൂപ്പർ ലീഗ് 2025 സീസൺ 3 കിരീടം ഏരീസ് വിക്ടർ ബാഡ്മിന്റൺ അക്കാദമിക്ക്. വാശിയേറിയ ഫൈനലിൽ യുണൈറ്റഡ് സ്പോർട്സ് ക്ലബിനെ പരാജയപ്പെടുത്തി 2 ദിവസങ്ങളിലായി അഹമ്മദി ഐസ്മാഷ് ഇൻഡോർ ക്വാർട്ടിൽ നടന്ന ലീഗിൽ കുവൈറ്റ്, ഈജിപ്ത്, ലബനൻ, പാകിസ്ഥാൻ, ഫിലിപ്പൈൻസ്, ശ്രീലങ്ക, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങൾ വിവിധ ടീമുകൾക്ക് വേണ്ടി അണിനിരന്നു. കാസർഗോഡ് എക്സ്പാട്രിയേറ്റ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന കാസർഗോഡ് ഉത്സവ് 2025 വെള്ളിയാഴ്ച നടക്കും. അബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 4 മുതൽ രാത്രി 10 വരെയാണ് പരിപാടി. ഗായകരായ യുംന അജിൻ, ശ്രേയ ജയദീപ്, നൌഫൽ റഹ്മാൻ, മിമിക്രി കലാകാരൻ സമത് അളിപ്പറമ്പ് എന്നിവരുടെ കലാപരിപാടികൾ ഉണ്ടാകും. ഝാർഖണ്ഡിൽ വൻ രാഷ്ട്രീയ മാറ്റത്തിന് കളമൊരുങ്ങുന്നതായി സൂചന. മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ BJP നേതാക്കളുമായി ചർച്ച നടത്തിയതായി റിപ്പോർട്ട്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനത്തിൽ ഹേമന്ത് സോറൻ കടുത്ത അതൃപ്തി പരസ്യമാക്കിയിരുന്നു. ഹേമന്ത് സോറനെതിരായ ED കേസുകളും പുതിയ നീക്കത്തിന് കാരണമായിട്ടുണ്ടാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. മൊബൈൽ ഫോൺ സുരക്ഷയുടെ പേരിൽ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച സഞ്ചാർ സാഥി ആപ്പിനെ ചൊല്ലി വിവാദം. പൌരന്മാരെ നിരീക്ഷിക്കാനുള്ള സർക്കാരിന്റെ പുതിയ നീക്കമെന്ന് ആരോപണവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. ആപ്പ് നിർബന്ധമല്ലെന്നും ആവശ്യമില്ലെങ്കിൽ ആപ്പ് ഡിലീറ്റ് ചെയ്യാമെന്നുമാണ് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം. അതേസമയം iOS ഇക്കോസിസ്റ്റത്തിന്റെ സുരക്ഷയെ ബാധിക്കുമെന്നും ആപ്പുമായി സഹകരിക്കില്ലെന്നും ആപ്പിൾ കമ്പനി വ്യക്തമാക്കി. രാജ്യത്ത് നിർമ്മിക്കുന്നതും ഇറക്കുമതി ചെയ്യുന്നതും വിൽപ്പന നടത്തുന്നതുമായ എല്ലാ മൊബൈൽ ഫോണുകളിലും സഞ്ചാർ സാഥി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നായിരുന്നു കേന്ദ്ര സർക്കാർ നിർദ്ദേശം. പൌരന്മാരുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് കേന്ദ്ര സർക്കാർ നീക്കമെന്ന് പ്രതിപക്ഷം വിമർശിച്ചു. പിന്നാലെയാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം. പ്രീ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള നിർദ്ദേശം സുരക്ഷ മുൻനിർത്തിയാണെന്നും ഉപഭോക്താക്കൾക്ക് ആപ്പ് ഡിലീറ്റ് ചെയ്യാൻ കഴിയുമെന്നും കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. हर व्यक्ति को देश में नहीं मालूम कि मुझे फ्रॉड से प्रोटेक्ट करने के लिए, मुझे चोरी से प्रोटेक्ट करने के लिए ये ऐप है. तो हर व्यक्ति तक ये ऐप पहुंचाना हमारी जिम्मेदारी है. अगर आपको डिलीट करना है तो डिलीट कर दो. വിഷയം പാർലമെന്റിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷ നീക്കം. ഇതിന്റെ ആത്യന്തിക ഫലം എന്ന് പറയുന്നത് ബിഗ് ബ്രദർക്ക്
നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ എല്ലാം ടെലിഫോണുകൾ കേൾക്കാനും കാണാനുള്ളൊരവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയെ ഒരു നിരീക്ഷണ രാഷ്ട്രം, അതായത് സർക്കാരിൻ്റെ നിരീക്ഷണത്തിലുള്ള രാഷ്ട്രമാക്കി മാറ്റുകയാണ്. പൗരന്മാരുടെ സ്വകാര്യതയിലേക്ക് ഇങ്ങനെ കടന്നു കയറുകയും ചെയ്യുന്ന ഒരു സർക്കാർ ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. സഞ്ചാർ സാഥി ആപ്ലിക്കേഷൻ നിർബന്ധമാക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്തോട് സഹകരിക്കാൻ കഴിയില്ലെന്നും iOS ഇക്കോസിസ്റ്റത്തിന്റെ സുരക്ഷയെ ബാധിക്കുമെന്നും ആപ്പിൾ അറിയിച്ചതായാണ് വിവരം. സഞ്ചാർ സാഥി ആപ്പ് ചാരവൃത്തിക്ക് ഉള്ളതല്ലെന്നും രാഷ്ട്രീയം കലർത്തുന്നത് അനാവശ്യമാണെന്നും BJP പ്രതികരിച്ചു. 24 ഡൽഹി. രാഹുൽ മാങ്കുട്ടത്തിൽ MLA-ക്കെതിരെ വീണ്ടും ലൈംഗിക പീഡന പരാതി. രാഹുൽ ക്രൂരമായി പീഡിപ്പിച്ചെന്ന സംസ്ഥാനത്തിന് പുറത്ത് താമസിക്കുന്ന 23-കാരി AICC KPCC നേതൃത്വങ്ങൾക്ക് പരാതി നൽകി. പരാതി ലഭിച്ചുവെന്ന് സ്ഥിരീകരിച്ച KPCC നേതൃത്വം പരാതി DGPക്ക് കൈമാറി. അതേസമയം രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ആദ്യമായാണ് പരാതി നൽകുന്നതെന്ന KPCC അധ്യക്ഷന്റെ വാദം തെറ്റാണെന്നതിന് തെളിവും പുറത്തായി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേരത്തെ ആരോപണം ഉന്നയിച്ച യുവതിയാണ് KPCC നേതൃത്വത്തിനും സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവർക്കും ഔദ്യോഗികമായി പരാതി നൽകിയത്. സംസ്ഥാനത്തിന് പുറത്ത് താമസിക്കുന്ന യുവതി നേരിട്ടത് ക്രൂര പീഡനം. വിവാഹ വാഗ്ദാനം നൽകി സൗഹൃദം സ്ഥാപിച്ചായിരുന്നു രാഹുൽ ക്രൂരമായി പീഡിപ്പിച്ചത്. രാഹുൽ ശരീരമാകെ ആക്രമിച്ചു മുറിവേൽപ്പിച്ചു. ആദ്യ ആക്രമണത്തിന് ശേഷം രാഹുൽ വിവാഹ വാഗ്ദാനം പിൻവലിച്ചു. ഗർഭിണിയാകണമെന്ന് രാഹുൽ തന്നോട് ആവശ്യപ്പെട്ടെന്നും പെൺകുട്ടി പരാതിയിൽ പറയുന്നു. ഫെന്നി നൈനാനാണ് രാഹുലിന്റെ സുഹൃത്തിന്റെ കേന്ദ്രത്തിലേക്ക് യുവതിയെ എത്തിച്ചത്. അവിടെ വെച്ചായിരുന്നു അതിക്രൂര പീഡനം. ഇൻസ്റ്റാഗ്രാം മുഖേന 2023-ലാണ് രാഹുൽ പെൺകുട്ടിയുമായി സൗഹൃദം സ്ഥാപിച്ചത്. അതിനുശേഷം ഫോൺ നമ്പർ വാങ്ങി. പിന്നീട് മെസ്സേജ് അയച്ചതും ബന്ധം സ്ഥാപിച്ചതും ടെലഗ്രാമിലൂടെ. രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ചായിരുന്നു രാഹുലിന്റെ പ്രവൃത്തിയെന്ന് യുവതി പരാതിയിൽ പറയുന്നു. യുവതി ഇതിനകം ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയിരുന്നു. രാഹുലിനെതിരെ പാർട്ടി നേതൃത്വത്തിന് മുൻപിൽ പരാതി ലഭിച്ചിട്ടില്ലെന്ന് പറയുമ്പോഴാണ് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കി യുവതി രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ പരാതി ലഭിച്ചില്ലെന്ന KPCC അധ്യക്ഷന്റെ വാദം തെറ്റാണെന്ന് തെളിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെ KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർക്ക് അതിജീവിത പരാതി നൽകിയിട്ടുണ്ട്. ഇത് നേതൃത്വം മുക്കി. ഇപ്പോഴത്തെ പരാതി കിട്ടിയ കാര്യം സ്ഥിരീകരിച്ച കോൺഗ്രസ് നേതൃത്വം DGPക്ക് കൈമാറി. 24 കൊച്ചി. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കുട്ടത്തിൽ MLA കണ്ടെത്താൻ കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുകയാണ്. കർണാടകയിലെ അനകലിലെ നിർമ്മാണത്തിലിരിക്കുന്ന റിസോർട്ടിലാണ് രാഹുൽ ഒളിവിലുള്ളതെന്ന വിവരം 24 പുറത്തുവിട്ടു. അതേസമയം അടച്ചിട്ട മുറിയിൽ ജാമ്യ ഹർജിയിൽ വാദം കേൾക്കണമെന്ന ആവശ്യവുമായി രാഹുൽ മാങ്കുട്ടത്തിലും പ്രോസിക്യൂഷനും കോടതിയെ സമീപിച്ചു. പാലക്കാടിലെ ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്ത സംഭവത്തിൽ പോലീസ് കെയർ ടേക്കറുടെ മൊഴി രേഖപ്പെടുത്തി. രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യ ഹർജി നാളെയാണ് പരിഗണിക്കുന്നത്. ഹർജിയിലെ വാദം അടച്ചിട്ട മുറിയിൽ കേൾക്കണമെന്നാണ് രാഹുലിന്റെ പുതിയ ആവശ്യം. അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കണമെന്ന് പ്രോസിക്യൂഷനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫ്ളാറ്റിന്റെ CCTV ദൃശ്യങ്ങൾ കെയർടേക്കറെ സ്വാധീനിച്ച് രാഹുലും സംഘവും നശിപ്പിച്ചെന്ന നിഗമനത്തിൽ കെയർടേക്കറുടെ മൊഴി SIT രേഖപ്പെടുത്തി. രാഹുൽ പാലക്കാട് നിന്ന് രക്ഷപ്പെടാൻ ഉപയോഗിച്ച ചുവന്ന കാർ യുവനടിയുടേത് തന്നെയെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കാർ സംരക്ഷിച്ചിരുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവെന്നാണ് സൂചന. കാർ സൂക്ഷിച്ചത് കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലെന്ന് BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്ന കാറ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇതേ MLA-ക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് യോഗം ചേർന്നു എന്ന് പറയുന്ന ഒരു നേതാവിന്റെ വീട്ടിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ആരോപണം അടിസ്ഥാനരഹിതമാണെന്നാണ് KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രന്റെ പ്രതികരണം. ഒരു കാരണവശാലും അതിലൊരു സത്യമില്ല. ആ കാറ് ഞാൻ കണ്ടിട്ടുമില്ല. എൻ്റെ വീട്ടിൽ ആ കാറ് വന്നിട്ടുമില്ല. ആ കാറുമായിട്ട് എനിക്ക് ഒരു ബന്ധമില്ല. എൻ്റെ കാർ, ഈ കാറ് മാത്രമേ എൻ്റെ അടുത്ത് ഇവിടെയുള്ളൂ. രാഹുൽ കഴിഞ്ഞ ദിവസം വരെയുണ്ടായിരുന്ന തമിഴ്നാട് കർണാടക അതിർത്തിയിലെ ബാഗലൂരുവിൽ അന്വേഷണ സംഘം പരിശോധന നടത്തി. ഇവിടെ നിന്ന് മുങ്ങിയ രാഹുൽ കർണാടകയിലെ അനേക്കലിലാണുള്ളതെന്നാണ് സൂചന. നിർമ്മാണത്തിലിരിക്കുന്ന റിസോർട്ടിൽ ഒളിവിൽ കഴിയുന്നതായും സൂചനയുണ്ട്. 24 തിരുവനന്തപുരം. അതിജീവിതയെ അധിക്ഷേപിച്ചെന്ന കേസിൽ റിമാൻഡിലായ രാഹുൽ ഈശ്വറിനെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. സെൻട്രൽ ജയിലിലും രാഹുൽ നിരാഹാര സമരം തുടരും. 4-ാം പ്രതി സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യാപേക്ഷ വെള്ളിയാഴ്ച പരിഗണിക്കും. അതിജീവിതയെ സമൂഹമാധ്യമത്തിൽ അധിക്ഷേപിച്ച കേസിൽ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത രാഹുൽ ഈശ്വർ ജയിലിൽ നിരാഹാരം തുടരുന്നു. നിരാഹാരം തുടരുമെന്ന് ജയിൽ സൂപ്രണ്ടിന് എഴുതി നൽകിയതിന് പിന്നാലെ പൂജപ്പുര ജില്ലാ ജയിലിൽ നിന്ന് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് രാഹുലിനെ മാറ്റി.
മുഴുവൻ സമയ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലായിരിക്കും രാഹുൽ ഈശ്വർ. ഇന്നലെ കോടതി ജാമ്യം നിഷേധിച്ചതു മുതൽ ചായയും വെള്ളവും മാത്രമാണ് രാഹുലിന്റെ ഭക്ഷണം. ജാമ്യത്തിനായി ഉടൻ തന്നെ മേൽക്കോടതിയെ സമീപിക്കുമെന്ന് ഭാര്യ ദീപ രാഹുലിനെ ജയിലിലെത്തി സന്ദർശിച്ച ശേഷം പ്രതികരിച്ചു. ഒരാളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലോ ഒന്നുമല്ല. ഇപ്പം ലോകം മുഴുവൻ, സമൂഹം മുഴുവൻ ഒരു വ്യക്തിയെ, ഇതിനകത്ത് ഇപ്പം ഇര എന്ന് പറയുന്ന ഒരാളില്ല, 2 വ്യക്തികളാണ്. ഒരു വ്യക്തിയെ എല്ലാവരും കുറ്റം പറയുന്നു, മറ്റൊരു വ്യക്തി പറയുന്നതിനുള്ളിലും കള്ളമുണ്ട്, അതിനകത്തും തെറ്റായ ഫാക്ട്സ് ഉണ്ട് എന്നുള്ളത് തുറന്നു വിളിച്ച് പറഞ്ഞതിനാണല്ലോ ഇപ്പൊ 2 ദിവസം ജയിലിൽ കിടക്കേണ്ടി വരുന്നത്. അപ്പം അതിനോടുള്ളൊരു പ്രതിഷേധം, നീതിക്ക് വേണ്ടിയുള്ള ഒരു പ്രതിഷേധം. കേസിൽ 4ാം പ്രതിയും KPCC ജനറൽ സെക്രട്ടറിയുമായ സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യാപേക്ഷ വെള്ളിയാഴ്ച പരിഗണിക്കും. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത്. സൈബർ അധിക്ഷേപ കേസിൽ രാഹുൽ ഈശ്വറിനായി അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകും. 24 തിരുവനന്തപുരം. റിപ്പോർട്ടർ TV പുറത്തുവിട്ട വാർത്ത തള്ളി 24 ചെയർമാൻ ആലുങ്ങൽ മുഹമ്മദ്. ഒരു തട്ടിപ്പുകാരന്റെ വ്യാജ പരാതിയിലെടുത്ത കേസിലെ വിവരങ്ങളാണ് തനിക്കെതിരെ റിപ്പോർട്ടർ TV പുറത്തുവിട്ടത്. വ്യാജ വാർത്തയിലൂടെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച റിപ്പോർട്ടർ TV ചാനലിനെതിരെയും കള്ളപ്പരാതി നൽകിയ അബ്ദുസ്സലാമിനെതിരെയും 100 കോടി രൂപയുടെ മരണനഷ്ട കേസ് ഫയൽ ചെയ്യാൻ നടപടി തുടങ്ങിയെന്നും 24 ചെയർമാൻ അറിയിച്ചു. കേസിൽ തെളിവ് ലഭിക്കാത്തതിനാൽ ഇതുവരെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ആയിട്ടില്ല എന്നാണ് പോലീസിന്റെ നിലപാട്. 2000 കോടി തട്ടിച്ചെന്ന കള്ളപ്പരാതിയാണ് അബ്ദുസലാം നൽകിയിട്ടുള്ളത്. പ്രാഥമിക അന്വേഷണത്തിൽ ഒരു തെളിവും പോലീസിന് ലഭിച്ചിട്ടില്ല. വാർത്ത വ്യാജമെന്ന് 24 ചെയർമാൻ ആലുങ്ങൽ മുഹമ്മദ് വ്യക്തമാക്കി. വ്യാജ വാർത്തയിലൂടെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച റിപ്പോർട്ടർ ചാനലിനെതിരെയും കള്ളപ്പരാതി നൽകിയ അബ്ദുസലാമിനെതിരെയും 100 കോടി രൂപയുടെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യാൻ നടപടി തുടങ്ങിയെന്നും 24 ചെയർമാൻ. ഒരു തട്ടിപ്പുകാരൻ്റെ കുപ്രചരണം മുഖവിലക്കെടുത്ത് അവർ ഇന്ന് പറഞ്ഞ ന്യൂസ് അടിസ്ഥാനരഹിതമാണ്. ഞാനതിനെ മുഴുവനായും തള്ളിപ്പറയുന്നു. എൻ്റെ വക്കീലുമായി ബന്ധപ്പെട്ട് മാനനഷ്ട കേസിന് പരാതി നൽകാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. 100 കോടി രൂപ മാനനഷ്ടം ചോദിച്ചുകൊണ്ട് പരാതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അബ്ദുസ്സലാമിൻ്റെ പേരിലും റിപ്പോർട്ടർ ചാനലിൻ്റെ പേരിലും ഇന്ന് തന്നെ അതിന് കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. 24 ചെയർമാൻ ആലുങ്ങൽ മുഹമ്മദിനെതിരെ കള്ളപ്പരാതി നൽകിയ അബ്ദുസലാം ഇതുവരെ പോലീസ് ആവശ്യപ്പെട്ട രേഖകൾ ഹാജരാക്കിയിട്ടില്ല. ബാങ്ക് ഇടപാടുകളുടെ വിവരങ്ങൾ ഉൾപ്പെടെ ഹാജരാക്കാൻ 3 തവണയാണ് പോലീസ് ആവശ്യപ്പെട്ടത്. 2018 നടന്നുവെന്ന് പറയുന്ന സംഭവത്തിൽ 2025 എന്തിന് പരാതി നൽകിയെന്ന പോലീസിന്റെ ചോദ്യത്തിനും അബ്ദുസലാമിന് മറുപടിയില്ല. മർദ്ദനം നടന്നെന്ന് പറയുന്ന ഹോട്ടലിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു. അന്നത്തെ രജിസ്റ്ററും CCTVയുമില്ലെന്ന് ഹോട്ടൽ രേഖാമൂലം അറിയിച്ചു. തെളിവുകളില്ലാത്തതിനാൽ കേസിൽ ഇതുവരെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. 24 കൊച്ചി. ടെലിവിഷൻ ചാനലുകളുടെ റേറ്റിംഗ് തീരുമാനിക്കുന്ന ബാർക്കിൽ റേറ്റിംഗ് തട്ടിപ്പ് നടത്തിയതിന് റിപ്പോർട്ടർ TV MD ആൻഡോ അഗസ്റ്റിനെ പ്രതിയാക്കി പോലീസ് കേസെടുത്തു. ആൻഡോ അഗസ്റ്റിൻ 2ാം പ്രതിയും ബാർക്ക് സീനിയർ മാനേജർ പ്രേംനാഥ് 1ാം പ്രതിയുമാണ്. കളമശ്ശേരി പോലീസാണ് കേസെടുത്തത്. ബാർക്ക് റേറ്റിംഗ് തിരിമറിയിലെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ തെളിവ് സഹിതം 24 പുറത്തുവിട്ടതിന് പിന്നാലെയാണ് പോലീസ് FIR. അതിനിടെ ബാർക്ക് തട്ടിപ്പ് സംബന്ധിച്ച 24 വാർത്ത റിപ്പബ്ലിക് ഉൾപ്പെടെ ദേശീയ പ്രാദേശിക മാധ്യമങ്ങൾ ചർച്ചയാക്കി. ബാർക്ക് റേറ്റിംഗിൽ കോടികൾ കോഴി നൽകി തട്ടിപ്പ് നടത്തുന്നതിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ 24ന്റെ ഓപ്പറേഷൻ സത്യയിലൂടെ പുറത്തുകൊണ്ടുവന്നിരുന്നു. ഡേറ്റയിൽ കൃത്രിമം കാണിച്ച് പരസ്യദാതാക്കളെയും കാഴ്ചക്കാരെയും വഞ്ചിക്കുക എന്ന ഗൂഢാലോചന 24 വെളിപ്പെടുത്തി. ട്രസ്റ്റ് വാലറ്റിലൂടെയും USDTയിലൂടെ ക്രിപ്റ്റോ കറൻസിയായുമാണ് പണം ബാർക്ക് ജീവനക്കാരൻ പ്രേംനാഥിന് റിപ്പോർട്ടർ TV MD ആൻഡോ അഗസ്റ്റിൻ കൈമാറിയത്. കോടികൾ നൽകി പ്രേക്ഷക പിന്തുണ വ്യാജമായി നേടുന്നതിനെതിരെ 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ കേരള മുഖ്യമന്ത്രിക്കും DGPക്കും നൽകിയ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടന്നു. തെളിവുകൾക്ക് അടിസ്ഥാനമുണ്ടെന്ന് കണ്ടെത്തിയതോടെയാണ് റിപ്പോർട്ടർ TV സ്ഥിതി ചെയ്യുന്ന കളമശ്ശേരിയിലെ പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തിരിക്കുന്നത്. 1ാം പ്രതി ബാർക്ക് സീനിയർ മാനേജർ പ്രേംനാഥും 2ാം പ്രതി റിപ്പോർട്ടർ ചാനൽ ഉടമ ആൻഡോ അഗസ്റ്റിനുമാണ്. വഞ്ചന, കൃത്രിമരേഖ ചമയ്ക്കൽ എന്നിവയാണ് കുറ്റങ്ങൾ. ബാർക്ക് ഡാറ്റയിൽ പണം വാങ്ങി കൃത്രിമത്വം കാണിച്ച് പരസ്യദാതാക്കളെയും മറ്റ് ചാനലുകളെയും കാഴ്ചക്കാരെയും വഞ്ചിച്ചു എന്ന് കാട്ടി 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ കേന്ദ്ര വാർത്താവിതരണ മന്ത്രിക്കും ബാർക്ക് CEOയ്ക്കും പരാതി നൽകിയിരുന്നു. ബാർക്കിന്റെ വിശ്വാസ്യത വീണ്ടെടുക്കണമെന്ന് ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് ഫെഡറേഷൻ വാർഷിക സമ്മേളനവും ആവശ്യപ്പെട്ടിരുന്നു. നേരത്തെയും തട്ടിപ്പ് കേസുകളിൽ പ്രതിയായ റിപ്പോർട്ടർ ഉടമ ബാർക്ക് തിരിമറി കേസിലും പ്രതിയാവുകയാണ്. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അതിനിടെ 24 പുറത്തുവിട്ട വാർത്ത ദേശീയ മാധ്യമങ്ങൾ ഏറ്റെടുത്തു. റിപ്പബ്ലിക് TV ഈ വിഷയത്തിൽ വിശദ ചർച്ച നടത്തി. Indications, I must say, very clear some indications that there has been some financial dealings between the channel owner and this Bark guy.
And the second accused, he is leading a channel here. He is the managing director of the Reporter channel. His name is Mr. Anto Augustine. He is the second accused, and there are some unidentified persons who are also part of this FIR. ദേശീയ മാധ്യമങ്ങൾക്ക് പുറമെ രാജ്യത്തെ പ്രാദേശിക മാധ്യമങ്ങളും 24 പുറത്തുവിട്ട ബാർക്ക് തട്ടിപ്പ് വാർത്ത ഏറ്റെടുത്തിട്ടുണ്ട്. റിപ്പോർട്ടർ TV MD ആന്റോ അഗസ്റ്റിനും ബാർക്ക് ജീവനക്കാരൻ പ്രേംനാഥും തമ്മിലുള്ള കോടികളുടെ ഇടപാടിൽ അന്വേഷണം വേണമെന്ന് വാർത്താ ചാനലുകളുടെ സംഘടനയായ ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് ഫെഡറേഷൻ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടു. 24 കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ A. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ SITയോട് റിപ്പോർട്ട് തേടി കൊല്ലം വിജിലൻസ് കോടതി. റിപ്പോർട്ട് ലഭിച്ച ശേഷം ജാമ്യാപേക്ഷ ഈ മാസം 8-ന് പരിഗണിക്കും. ദേവസ്വം മുൻ കമ്മീഷണർ N. വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി നാളെ വിധി പറയും. സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് SIT നാളെ ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് SITയുടെ റിപ്പോർട്ട് തേടി. ദേവസ്വം ബോർഡ് തീരുമാനത്തിന് കൂട്ടുത്തരവാദിത്തമുണ്ടെന്നും താൻ മാത്രം എങ്ങനെ പ്രതിയാകുമെന്നുമാണ് ജാമ്യാപേക്ഷയിൽ പത്മകുമാറിന്റെ ചോദ്യം. ബോർഡ് അംഗങ്ങളുടെ അറിവോടെയാണ് ചെമ്പെന്ന് രേഖപ്പെടുത്തിയത്. ഉദ്യോഗസ്ഥർ പിച്ചള എന്ന് എഴുതിയപ്പോൾ താനാണ് ചെമ്പെന്ന് മാറ്റിയത്. പാളികൾ ചെമ്പ് ഉപയോഗിച്ച് നിർമ്മിച്ചതായതുകൊണ്ടാണ് അങ്ങനെ തിരുത്തിയതെന്നും A. പത്മകുമാർ ജാമ്യാപേക്ഷയിൽ പറയുന്നു. ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി SITയുടെ റിപ്പോർട്ട് തേടി. ഡിസംബർ 8-ന് കേസ് വീണ്ടും കോടതി പരിഗണിക്കും. അതേസമയം ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണർ N. വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി നാളെ വിധി പറയും. 24 കൊല്ലം. നിലമ്പൂർ നഗരസഭയിലെ മുമ്മുള്ളി ഡിവിഷനിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഷാജഹാൻ പത്തിപ്പാറയ്ക്കായി കോട്ടയത്തെ ഒരു കുടുംബം വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. വോട്ട് അഭ്യർത്ഥന എന്നതിലുപരി ഗാഢമായ മനുഷ്യസ്നേഹത്തിന്റെ കഥ കൂടിയാണ് ആ വോട്ട് അഭ്യർത്ഥന. 2020 മുൻപ് മലപ്പുറം നിലമ്പൂരുകാരനായ ഷാജഹാനും കോട്ടയം ഈരാറ്റുവേട്ടക്കാരിയായ ഐശ്വര്യയും തമ്മിൽ ഒരു ബന്ധവുമില്ലായിരുന്നു. രണ്ടു വൃക്കകളും പ്രവർത്തനരഹിതമായ ഐശ്വര്യക്കായി ദാതാവിനെ തേടി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ടപ്പോഴാണ് ഒരു ഫോൺ കോളിലൂടെ ഷാജഹാന്റെ ശബ്ദം ആദ്യമായി അവർ കേൾക്കുന്നത്. എൻ്റെ 2 കിഡ്നികളിൽ ഒന്നെടുത്തോളൂ, പണം വേണ്ട, കുട്ടി ജീവിച്ചാൽ മതി എന്നായിരുന്നു ആ കോൾ. ആ ഷാജഹാൻ സ്ഥാനാർത്ഥിയാകുമ്പോൾ അദ്ദേഹത്തിനായി വോട്ട് ചോദിക്കാതിരിക്കാൻ അവർക്കാകുന്നതെങ്ങനെ? അങ്ങനെ നമുക്ക് അറിയുകയും കേൾക്കുകയും ഇല്ലാത്ത, നമ്മളെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മാത്രം അറിവുണ്ടായിരുന്ന ഷാജഹാൻ നമ്മളെ ഇത്രയും കാര്യമായിട്ട് നമ്മുടെ ഒരു കൂടപ്പറപ്പിനോട് ചെയ്യുന്നത് പോലെ നമുക്കൊരു സഹായം ചെയ്യുകയും അങ്ങനെ നമുക്ക് ഷാജഹാന്റെ സ്വന്തം കിഡ്നി തരികയും ചെയ്ത ആളാണ് ഷാജഹാൻ. എല്ലാവരും ഷാജഹാനെ സപ്പോർട്ട് ചെയ്യണമെന്ന് നമ്മൾ ഈ ഒരു വേളയിൽ പറയുന്നു. സോഷ്യൽ മീഡിയയിൽ കൂടി തന്നെയാണ് ഷാജഹാനും ഐശ്വര്യയുടെ ആവശ്യം അറിയുന്നത്. എന്നെക്കാട്ടി ദയനീയ അവസ്ഥയിലായിരുന്നു അവരുടെ സാമ്പത്തിക സോഴ്സ്. അങ്ങനെ അവരുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ പശ്ചാത്തലം അന്വേഷിക്കുകയും അതിലെ സത്യസന്ധത മനസ്സിലായതിനു ശേഷം ആ കുടുംബത്തിനെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങുകയായിരുന്നു. 5 വർഷങ്ങൾക്കിപ്പുറം ഐശ്വര്യ ഉഷാറാണ്. ഷാജഹാനും. 24 മലപ്പുറം. സംസ്ഥാനത്ത് SIR നടപടികൾ തുടരാമെന്ന് സുപ്രീം കോടതി. നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. അതേസമയം എന്യൂമറേഷൻ ഫോം സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി നീട്ടുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വീണ്ടും നിവേദനം നൽകാൻ സംസ്ഥാന സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചു. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് സാഹചര്യം പരിഗണിച്ചാണ് സുപ്രീം കോടതി നിർണായക നിർദ്ദേശം നൽകിയത്. എന്യൂമറേഷൻ ഫോം സമർപ്പിക്കാനുള്ള അവസാന തീയതി നീട്ടുന്നതിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിവേദനം നൽകാൻ സംസ്ഥാന സർക്കാരിന് കോടതി നിർദ്ദേശം നൽകി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് പരിഗണിച്ച് 2 ദിവസത്തിനുള്ളിൽ ഉചിതമായ തീരുമാനമെടുക്കണമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. നിലവിൽ SIR നടപടികൾ തുടരാം. എന്നാൽ കൂടുതലായി ഒരു സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് പോലും ചുമതല നൽകരുതെന്നും സുപ്രീം കോടതി കമ്മീഷനോട് നിർദ്ദേശിച്ചു. 25,000 ജീവനക്കാരെ SIRന് മാത്രമായി നിയോഗിച്ചിട്ടുണ്ടെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി. സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം ന്യായവും നീതിയുക്തമെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് 11-ാം തീയതി വരെ നീട്ടിയിട്ടുണ്ട്, ഡിസംബർ 11-ാം തീയതി വരെ നീട്ടിയിട്ടുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്നത് അത് പോരാ, ഇനിയും ഇത് നീട്ടി വെക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ്, എന്തെല്ലാം ഘടകങ്ങൾ കൊണ്ടാണ് നീട്ടി വെക്കേണ്ടത് എന്ന് നിവേദനത്തിൽ പറയണം. അതിന്റെ അടിസ്ഥാനത്തിൽ എത്ര ദിവസത്തേക്കാണ് നീട്ടി വെക്കേണ്ടത് എന്നുള്ളതും സംസ്ഥാന സർക്കാരിന് ആവശ്യപ്പെടാം. ആ ആവശ്യം പരിഗണിക്കണമെന്നാണ് ഇന്ന് കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനടുത്ത് പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനോ ഭരണഘടനാ സ്ഥാപനങ്ങൾക്കോ അല്ല, രാഷ്ട്രീയ പാർട്ടികൾക്കാണ് പ്രശ്നം നേരിടുന്നതെന്ന് സുപ്രീം കോടതി വാക്കാൽ പറഞ്ഞു. 88% SIR ഫോമുകളുടെ ഡിജിറ്റലൈസേഷൻ പൂർത്തിയായെന്നും SIR നടപടികളുടെ സമയപരിധി നീട്ടി നൽകിയിട്ടുണ്ടെന്ന്
തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ പറഞ്ഞിരുന്നു. ആർ അച്യുതൻ, 24, ഡൽഹി. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് SIR-ൽ ചർച്ചയ്ക്ക് വഴങ്ങി കേന്ദ്ര സർക്കാർ. ലോക്സഭയിൽ ഈ മാസം 9-ന് ചർച്ച നടത്തും. പ്രതിപക്ഷത്തിന്റെ വിജയമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP പ്രതികരിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും തുടർച്ചയായ 2ാം ദിവസവും തടസ്സപ്പെട്ടിരുന്നു. നേരത്തെ പൂർത്തിയാക്കാൻ കഴിയാതെ പോയ റിപ്പോർട്ടിലേക്കാണ്. കാസർഗോഡ് എക്സ്പാട്രിയേറ്റ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന കാസർഗോഡ് ഉത്സവ് 2025 വെള്ളിയാഴ്ച നടക്കും. അബ്ബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 4 മുതൽ രാത്രി 10 വരെയാണ് പരിപാടി. ഗായകരായ യുംന അജിൻ, ശ്രേയ ജയദീപ്, നൌഫൽ റഹ്മാൻ, മിമിക്രി കലാകാരൻ സമ്മദ് തളിപ്പറമ്പ് എന്നിവരുടെ കലാപരിപാടികളും ഉണ്ടാകും. ഇതോടെ ഗൾഫ് ടുഡേ പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.